ഹലോ ഹലോ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖാണ്. കുറച്ച് നാളായി നിങ്ങളെന്നെ കണ്ടിട്ട്. എന്നും വന്ന് ഹാജർ വയ്ക്കും പോവും. ആക്ച്വലി ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ടും ഭയങ്കര സന്തോഷമുള്ളതുകൊണ്ടും മാത്രമാണ്. സ്ഥിരം വീഡിയോ ഇടണം, ഭയങ്കര ഏണിങ്സ് ഉണ്ടാക്കണം, അങ്ങനത്തെ പ്ലാനേ എനിക്കില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ, അതായത് വളവളാന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പറയാൻ കാരണം, ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പൊ കുറെ പേര് കമന്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഏർണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങിയോന്ന്. ആക്ച്വലി ഞാൻ അതിനു വേണ്ടിയിട്ട് തുടങ്ങിയതോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഏർണിങ്സ് കിട്ടുള്ളൂ. അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഒക്കെ വേണം, നല്ല വൈറൽ കണ്ടന്റ് വേണം. ഇതൊന്നും ഇല്ലാണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ എപ്പോഴെപ്പോഴാണ് ഒരു വീഡിയോ ഇട്ടിട്ട് പോകും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊന്നും കിട്ടാത്തത്. അതിലെനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ആക്ച്വലി എന്റെ സൗണ്ട് ഒക്കെ പോയി. തൊണ്ട ഭയങ്കര വേദനയാണ്. ഞാനാണെങ്കിൽ വെള്ളവും കൊടുത്തില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്, അതാണ് ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടിയത്. ഓഫീസിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ്. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു, എന്നിട്ട് എനിക്ക് സാരി മാറ്റണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇൻട്രോ ഒക്കെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. ആക്ച്വലി ഇന്നത്തെ വീഡിയോ നമ്മുടെ പൊന്നോണം വരവായി എന്ന് പറഞ്ഞ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ഒരു എപ്പിസോഡ് പോലും ഇട്ടിട്ടില്ല. ഇന്ന് തുടക്കമാവട്ടെ. എനിക്കറിയാം ഓഫീസ്, കോളേജ്, സ്കൂളിലുള്ള എല്ലാ ഫങ്ഷൻസും അവസാനിച്ചിട്ടുണ്ട്. എന്നായാലും എന്ത് ഫങ്ഷനും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മെഹന്തി ഇടുക എന്നുള്ളത്. മൈലാഞ്ചി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കണേ. ഇനി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ് മെഹന്തി ഇടുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടാനും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഡിസൈൻ കാര്യങ്ങൾ ഇടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വേറെ തന്നെ ഒരു ഫീല് ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കുമ്പോ നല്ല നല്ല രസം. പണ്ട് എൻ്റെ മാമീന്റെ വീട്ടില് ഇതുപോലെ മൈലാഞ്ചിന്റെ ചെടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് അരച്ചിട്ട് നമ്മൾ ചേച്ചിമാരൊക്കെ, അതായത് കസിൻസ് എല്ലാരും കൂടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ അന്നോട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് മെഹന്തി ഇങ്ങനെ ഇടാനായിട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ ചെടി ഇങ്ങനെ പറിച്ചിട്ട് അങ്ങനെ വെക്കുന്നത്. പിന്നെയാണ് ഇങ്ങനത്തെ നോർമൽ മെഹന്തീസ് ഒക്കെ യൂസ് ചെയ്യണത്, നമുക്ക് കടയിൽ കിട്ടുന്ന. ഓക്കെ, അപ്പൊ നമ്മൾ ഒട്ടും തന്നെ ലേറ്റ് ആക്കിക്കണ്ട. നമ്മുടെ പൊന്നോണം വരവായി സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 1 ആണ്. എല്ലാ കോളേജ്, ഓഫീസ്, സ്കൂളിലും പരിപാടിയൊക്കെ കഴിഞ്ഞു, അറിയാം. എന്നാലും ഞാൻ എന്തെങ്കിലും ഇടണ്ടേ? ഞാനിങ്ങനെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഒന്നും ഇട്ടില്ലെങ്കിൽ മോശമല്ലേ എനിക്ക്? അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഈ വീഡിയോ അങ്ങോട്ട് ഇടാം. എന്തായാലും ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ മെഹന്തി ഇടും. ഓണമൊക്കെ അല്ലേ, അപ്പൊ ഇടും. അപ്പൊ അത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ഉപകാരപ്പെട്ടു. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് കുത്തിപ്പൊട്ടിച്ച് ഓളുന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. എന്റെ തൊണ്ട പോയി ഗൈസ്. നാളെ ഇനി ചെക്കനാവും, ശരിക്കും ചെക്കനാവും ഞാൻ. ഇന്ന് നന്നായിട്ട് ഹലോ അപ്പൊ കൂടുതൽ കൂകി വിളിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സംഭവം പറഞ്ഞതൊക്കെ ചെയ്തോളൂ. അപ്പൊ വേഗം പോയി വീഡിയോ കണ്ടിട്ട് വന്നോളൂ. അപ്പൊ ഇതായി എൻ്റെ നഖം കാണിക്കാൻ കാരണം, നിങ്ങൾ ചോദിച്ചു നെയിൽ ഗ്രോത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുമെന്ന്. ആക്ച്വലി പഴയ ടിപ്പാണ്, എന്നാലും ഞാനത് യൂസ് ചെയ്ത് നോക്കാണ്. റിസൾട്ട് ഉണ്ടെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ മെഹന്തി ഇട്ടത് കൊണ്ട് ഡാമേജ് ആവുമെന്ന് അറിയില്ല. അതിൽ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഈ കോൺസ് ഒക്കെ മേടിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം മേടിക്കാൻ. കാരണം ചിലത് നമുക്ക് നല്ലതല്ല, കെമിക്കലാണ്. ഇനി ഒറ്റ യൂസിനൊക്കെ നല്ലതാണ്. ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടൊക്കെ ഇടാം. സ്ഥിരം
അടുപ്പിച്ചടുപ്പിച്ച് ഇതിടേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നാച്ചുറലി നമുക്ക് കിട്ടുന്ന മെഹന്തി തന്നെ ധാരാളം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനൊരു സർക്കിൾ വരച്ചു കൊടുത്തു. അത് കുറച്ച് വലിപ്പത്തിൽ തന്നെ വരച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു ലൈൻ. എൻ്റെ തൊണ്ട കുറച്ച് പെശകാണ്, ക്ഷമിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അത് കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കാം, അപ്പോഴേ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ വരച്ചു വരുമ്പം അച്ചറൊക്കെ ഉണ്ടാവും, അത് ഉടനെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോവാ, ഇല്ലെങ്കിൽ അതിന്റെ സ്റ്റെയിൻ അവിടെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെറുതായിട്ടായപ്പോ അതിനൊന്ന് ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ഇതാ അടുത്തൊരു ലൈൻ കൂടെ വരയ്ക്കാം. ഭയങ്കര നീറ്റായിട്ടൊന്നും ഇല്ലടേ. ഞാനാണെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് ഒരു ദിവസം മുന്നേ മെഹന്തിക്കോണ് മേടിച്ചു. അപ്പൊ എനിക്ക് ആക്രാന്തം മുട്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. ആക്ച്വലി എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് ഇട്ട സെയിം പാറ്റേൺ തന്നെയാണിത്. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് അല്ലറ ചില്ലറ മാറ്റങ്ങൾ. ഞാനൊരു പിക്ക് കണ്ടിട്ടാണ് ഇങ്ങനെ വരച്ചത്, പക്ഷെ എക്സാക്റ്റ് അതുപോലെ ഒന്നും ആയില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വരച്ച ലൈനും ഈ ലൈനിന്റെയും ഇടയ്ക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതളുകൾ വരച്ചു കൊടുക്കുക. അത് ഭയങ്കര സിമ്പിളാണ്, ഇങ്ങനെ വരച്ചു കൊടുക്കുക. പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് തെറ്റിച്ചടേ. അത് നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ താഴെ അറ്റത്ത് നോക്ക്, അവിടെ സ്റ്റെയിനായി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ സ്റ്റെയിൻ ആക്കാൻ വിടരുത്. ഇങ്ങനെ ആയ ഉടനെ തന്നെ അതിനെ റിമൂവ് ചെയ്ത് കളയാം. കൈവച്ചല്ല, എന്തെങ്കിലും ടൂള് യൂസ് ചെയ്തിട്ട് തന്നെ ക്ലിയർ ചെയ്യണം. സ്ലൈഡോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് മാറ്റിക്കളയാം. പിന്നെ നമ്മൾ ഇതുപോലെ മിഡിൽ ഫിംഗറിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതുപോലെ 3 ലൈൻ ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെ ലൈനിന്റെ ഇടയ്ക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. പിന്നെ ഏറ്റവും താഴെ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ അടുത്ത ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ ക്രോസ് 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 ആയിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, വരയ്ക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. പിന്നെ അത് എതിർദിശയിലോട്ട് സെയിം പാറ്റേൺ തന്നെ വരയ്ക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. കുറച്ച് സമയമാവുള്ളൂ, സിമ്പിളാണ്. പിന്നെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് ഇങ്ങനെ ഇടുന്നതാ ഇഷ്ടം. മെയിനായിട്ട് ഞാൻ വലത് കയ്യിലിട്ടിരുന്നില്ലേ, ആ ഒരു സംഭവമാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അങ്ങനെ ഞാൻ എല്ലാ ഫിംഗേഴ്സിലും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഡാർക്കൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ പണ്ട് ചെയ്യില്ലേ, സെയിം അതേ പാറ്റേൺ തന്നെ. അതാകുമ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ. ഇത് ഭയങ്കര സിമ്പിളാണടാ. നമുക്കാണെങ്കിൽ പെട്ടെന്ന് വരച്ചെടുക്കാം, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തത്. പിന്നെ ഈ ഒരു മെഹന്തി കോൺ അടിപൊളിയാട്ടോ. പക്ഷെ നമ്മൾ ഇട്ടിട്ട് ഉടനെ ഡ്രൈ ആയത് ഉടനെ കഴുകി കളഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നും. ഞാൻ കുറച്ച് അധികം സമയം വെച്ചതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഡാർക്കായി. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ ഫിംഗറിലും ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ഫിംഗേഴ്സിലും ഇത് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഹന്തി ഡിസൈൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാം. ഞാൻ എന്നിട്ട് പിന്നെയും കംപ്ലീറ്റ്ലി ഇപ്പുറം വരച്ചതുപോലെ പുറകിലും വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതിലല്ല, ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ കൊടുത്തിട്ടില്ലേ, അപ്പോൾ എൻ്റെ കൈ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ പുറത്തും ഇതുപോലെ ഒരു സർക്കിൾ വരച്ചു കൊടുത്തു. എന്നിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ, ഭയങ്കര സിമ്പിളാണ്. ഇത് ഏത് ആൾക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും വരയ്ക്കാൻ പറ്റണേ. അപ്പൊ ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട് മെഹന്തി ഡിസൈൻ? ഭയങ്കര ഈസി ആയിട്ടുള്ള മെഹന്തിയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഡിസൈൻ സെറ്റ് ഒക്കെ നമുക്ക് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും നമുക്ക് സ്വന്തമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള മെഹന്തി ഡിസൈനാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ട ചുമന്നപ്പോഴത്തേക്കും എന്ത് ചന്താണ് കാണാൻ. അയ്യോ ക്യൂട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ പിന്നെ പുറകിലും വരച്ചു. ഈ കയ്യില് പെട്ടെന്ന് ചെയ്തതാണ്. ഇപ്പുറത്തെ കൈ ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്തതാണ് ഈ ഒരു സാധനം. എന്തായാലും കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ. ഞാൻ പിന്നെ ആക്രാന്തം മൂത്തിട്ട് ആ മെഹന്തി സെറ്റ് തീക്കാൻ വേണ്ടിട്ട് കാലും ഒക്കെ വാരിപ്പറക്കിട്ട്. എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഐ തിങ്ക് ഞാൻ ചിലപ്പോഴേ എപ്പിസോഡ് നമ്പർ 2 ഇടുള്ളൂ. എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും, കാരണം ഭയങ്കര ടയർഡാണ്.
എന്നാ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ ഞാൻ ടയേർഡാണ്. ഓക്കെ. അപ്പൊ എന്താ പറയണ്ട, ഒന്നും പറയാനില്ല. അപ്പൊ ശരി, എന്നാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.